ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ലെച്ചസ് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള കേക്ക് എന്ന് പറയില്ലേ, ആ കേക്കാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. സാധാരണ പാലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ പാലിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മിൽക്ക് കേക്കിന് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോഗ്രാമിൻ്റെ മിൽക്ക് കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആദ്യം അരിച്ചെടുക്കണം. അതുപോലെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ ചേർക്കുന്നത്. അത് അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്തതിന് ശേഷം 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ്, ഇത്രയും മതി, കൂടി പോകേണ്ട, ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് അരിച്ചെടുത്താൽ മതി. അങ്ങനെ അരിച്ചെടുത്ത ശേഷം പിന്നെ നമുക്കിതൊരു 2-3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് കമ്പൈനായിട്ട് വരണം, എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക, അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ വാനില എസൻസ് ചേർത്താൽ ആ മുട്ടയുടെ സ്മെല്ലും അതൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു പരിധി വരെ അത് ഹെൽപ്ഫുൾ ആവും. എന്നിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട. അങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ക്വാണ്ടിറ്റി ഡബിളായി വരുമ്പോൾ അങ്ങ് നിർത്തുക. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് തേങ്ങാപ്പാലാണ്. നല്ല കട്ടി തേങ്ങാപ്പാൽ 1/4 കപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കോക്കനട്ടിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, കൂടുതൽ ബീറ്റ് ചെയ്യൊന്നും വേണ്ട, ആ മാവ് ലൂസായി പോവും, അത്രയും മതി കേട്ടോ. നമുക്ക് ബീറ്റർ അങ്ങ് മാറ്റാം, ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ചെയ്താൽ നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായി വരുമൊന്നുമില്ല, കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതിങ്ങനെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു മോൾഡിലാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലൊക്കെ പുരട്ടിയിട്ടുള്ള മോൾഡാണ്. അപ്പോൾ അതിലേക്ക് ബാറ്റർ അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോൾഡിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ മോൾഡിൽ നിന്ന് എടുക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേറെ ഏതെങ്കിലും മോൾഡിലാണ് വെക്കുന്നത്, അതിനനുസരിച്ചുള്ള മോൾഡിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ അത് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓവനിലാട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് കേക്ക്, പഞ്ഞി പോലെയുള്ള കേക്ക് അറിയില്ലേ, അതുപോലെ നല്ല സോഫ്റ്റ് കേക്കായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് തണുത്ത ശേഷം നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതങ്ങ് കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ആയിട്ട് മിൽക്ക് മിക്സ്ചർ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ആ മിൽക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് റീമോൾഡ് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മിൽക്ക് മിക്സ്ചർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ലെച്ചസ് എന്ന് പറയുന്നത് തന്നെ 3 മിൽക്കുകൾ കൂടിച്ചേരുന്നത് കൊണ്ടാണ് അതിന് 3 മിൽക്ക് കേക്ക് എന്നും പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നതിൻ്റെ കാരണം തന്നെ. അപ്പോൾ 3 മിൽക്ക് ഇതിന് വേണം. പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ടാമത്തെ മിൽക്ക് ചേർക്കുന്നത് 1/4 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഈ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് പാലും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ എടുക്കാൻ കാരണം കോക്കനട്ട് ഫ്ലേവറിലുള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ കുറച്ചുകൂടെ മധുരത്തിൻ്റെ ആവശ്യമായിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടൻസ് മിൽക്കിന് കുറച്ചുകൂടെ കൂടുതൽ എടുത്താലും മതി. അപ്പോൾ അത് 3 നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കതിൻ്റെ മേലെ ഒഴിക്കാനുള്ള മിക്സ്ചറാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ മേലെ ഞാനിത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്താലും മതി. പക്ഷേ ഇത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതാവും ഇത് കൂടിപ്പോയില്ലേ എന്ന്. ഒട്ടുമില്ല. ഒരു 4-5 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാൽ ആ കേക്ക് മുഴുവനായിട്ട് ഇത് സോക്ക് ചെയ്ത് വരും. ഈ ഒരു പാലിൻ്റെ മിക്സർ മുഴുവൻ ആ കേക്ക് സോക്ക് ചെയ്ത് കിട്ടും കേട്ടോ. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ വെള്ളം പോലെ നിൽക്കുന്നതൊക്കെ കേക്ക് വലിച്ചെടുക്കും. പിന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 മുറി തേങ്ങയുടെ കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അതുകൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ കറക്റ്റ് ഒരു കോക്കനട്ട് സ്ട്രക്ചറായി വരും. ഇപ്പോൾ കണ്ടോ, ഒരു 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ്. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കേക്ക് കുടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് ഈ ഒരു ക്രീം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏത് നോസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ ഒരു നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും, പക്ഷേ വിപ്പിംഗ് ക്രീമും കൂടി ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ വാലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിലുള്ള ഒരു കേക്കാണിത്. ഇത് കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിത് പല ഫ്ലേവറിലും ഉണ്ടാക്കാം. പിന്നെ ഇതിന് ഡെക്കറേഷനിൽ ഡ്രൈ റോസും അതുപോലെ പിസ്താച്ചിയും ഒക്കെ ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ അത് രണ്ടും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡെക്കറേഷനിൽ അതൊന്നും ചേർക്കാഞ്ഞ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്, യമ്മി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്